Hi friends, AJ Explore-ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ ഒരു കള്ളനെ കണ്ടില്ലേ? ആ കള്ളൻ മൊത്തത്തിൽ ഫ്ലിങ് ആയി പോയി. ഈ മുറിയിലേക്കാണ് ആ കള്ളൻ എൻ്റർ ചെയ്തത്. ആ ഒരു സമയത്ത് എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു ബൾബ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആയി കള്ളൻ മൊത്തത്തിൽ ഫ്ലിങ് ആയി. അതെങ്ങനെയാണെന്നല്ലേ? അതാണ് നമ്മുടെ അത്ഭുത ബൾബിന്റെ ശക്തി. ഈ അത്ഭുത ബൾബ് എന്നൊക്കെ പറയുമ്പോൾ ആരും ഓർക്കണ്ട സിദ്ധം പൂജിച്ച ബൾബ്, അങ്ങനെയൊന്നും ആരും ഓർക്കണ്ട. ഇത് ജസ്റ്റ് ഇലക്ട്രോണിക്സിന്റെ ചില സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഒരു ബൾബാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ബൾബ് തന്നെയാണ് ഇത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇനി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ ഞാനിങ്ങനെ ഇടുന്ന ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. സോ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഫ്രണ്ട്സ്. അപ്പം ഇതാണ് നമ്മുടെ അത്ഭുത ബൾബ്. ഹാലോണിക്സ് പ്രൈം റഡാർ മോഷൻ സെൻസർ ബൾബാണിത്. ഇത് റഡാറിൻ്റെ ചില സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മോഷൻ ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഓൺ ആകുന്ന ഒരു ബൾബാണ്. ഇത് നമുക്ക് പകൽ സമയത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പകൽ സമയത്ത് ഇത് ഓൺ ആകത്തില്ല. അതേപോലെ തന്നെ നൈറ്റ് ടൈമിൽ ഇത് ഓൺ ആകും. ഒരു മിനിറ്റ് വരെ ഏതെങ്കിലും മോഷൻസ് ഒക്കെ വരുന്നുണ്ടോ എന്ന് ഇത് ചെക്ക് ചെയ്യും. ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു മോഷനും വന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു ഹ്യൂമൻ മോഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓഫായി പോകും. അതാണ് ഈ ഒരു ബൾബിൻ്റെ പ്രവർത്തനം. ഇതെന്തായാലും നമുക്ക് ഈ പകൽ സമയത്ത് വർക്ക് ചെയ്ത് കാണാൻ സാധിക്കത്തില്ല. എന്തായാലും ഞാനിത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പം ഈ ഒരു ബൾബ് ആ ഒരു ബൾബ് ഹോൾഡറിലിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ ഒരു ബൾബിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കിത് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം. ഇത് നമുക്ക് സ്റ്റോർ റൂമിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ സിറ്റ് ഔട്ടിൽ, പോർച്ചിൽ, നമ്മൾ എപ്പോഴും പോകാത്ത ഒരു സ്ഥലത്ത്, പക്ഷേ നമ്മൾ ആവശ്യങ്ങൾക്ക് ചെന്ന് നമ്മൾ ബൾബുകൾ ഇട്ട് തിരിച്ചിറങ്ങി വരുമ്പം ബൾബ് ഓഫാക്കാൻ മറന്നു പോകുന്ന ഒരു സ്ഥലത്ത്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഈ ബൾബ് നമുക്ക് ഇടാം. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകുന്നതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി അത്രയും നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുള്ള ഒരു ബൾബാണ്. നമുക്ക് ഇതൊരു 15 ഫീറ്റ് ഡിസ്റ്റൻസിൽ വരെ ഇതിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ 15 ഫീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓൺ ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് നോക്കാം. പകൽ സമയത്ത് വർക്കാകില്ല എങ്കിലും ഞാൻ ഇതിൻ്റെ പകൽ സമയത്തെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ഇതാണ് ആ ബൾബിൻ്റെ ആ ഒരു ഹോൾഡറിൻ്റെ സ്വിച്ച്. ഇത് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം അത് ഓൺ ആവും. അതേപോലെ തന്നെ 1 മിനിറ്റിന് ശേഷം അത് ഓഫ് ആകുകയാണ് ചെയ്യുന്നത്. ഡേ ടൈം ആയതുകൊണ്ട് 1 മിനിറ്റിന് ശേഷം ഓൺ ആയാലും പിന്നെ ആരെങ്കിലും ഒരു 15 ഫീറ്റിൽ ഡിസ്റ്റൻസിൽ മോഷൻ വന്നാൽ പോലും അത് ഓൺ ആകത്തില്ല. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് അത് ഓഫ് ആകുന്നവരെ നമുക്കതിൻ്റെ ഒരു ആക്ടിവിറ്റി നമുക്ക് ഒന്ന് നോക്കാം. കൃത്യം 1 മിനിറ്റ് കഴിഞ്ഞപ്പം, 1 മിനിറ്റും ചെറിയ ഒരു വേരിയേഷൻ, ആ ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പം ഇത് ഓഫായിരിക്കുകയാണ്. ഇത് ശരിക്കും അത്ഭുതം ഒന്നുമല്ല, ഇലക്ട്രോണിക്സിന്റെ ചില വിദ്യകൾ തന്നെയാണ്. ഇത് പകൽ സമയം ആയതുകൊണ്ട് തന്നെ രാവിലെ പകൽ സമയത്ത് ഇത് വർക്ക് ആകത്തില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെ ഇതാണ് ഇതിന്റെ ഒരു പകൽ സമയത്തുള്ള വർക്കിങ്. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും പകൽ സമയത്ത് ആ ആദ്യത്തെ 1 മിനിറ്റ് മാത്രം വർക്കാവും, അതിനുശേഷം വർക്കാകത്തില്ല. ഇതിന്റെ ശരിക്കും വർക്കിംഗ് കാണണമെങ്കിൽ നമ്മൾ രാത്രി വരെ കാത്തിരിക്കേണ്ടതുണ്ട്. സോ നിങ്ങളിലേക്ക് ആ വീഡിയോയിൽ ഞാൻ എത്തിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കാൻ പോവാണ് രാത്രിയാകുന്നത് വരെ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ഇപ്പം രാത്രി ആയിരിക്കുകയാണ്. പുറത്തേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മൊത്തം ഇരുട്ടാണ്. ഞങ്ങൾ അപ്പുറം ഇപ്പുറം മുറിയിലൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഹാളിൽ ചെറിയൊരു ലൈറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. എങ്കിൽ പോലും ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആകുന്നുണ്ട്. നമ്മളൊരു 15 ഫീറ്റ് ഉള്ളിൽ വരുമ്പം തന്നെ ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആകുന്നുണ്ട്. ഞാൻ അതിന്റെ രാത്രിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ഒരു ഡയറക്ഷനിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ എന്റെ മുമ്പിൽ ഇപ്പം വെട്ടം തരുന്നത് നമ്മുടെ റഡാർ ലൈറ്റ് തന്നെയാണ്. സോ രാത്രിയിലെ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പം ഞാൻ നമ്മുടെ ബൾബിന്റെ മുമ്പിൽ നിന്ന് ജസ്റ്റ് മാറിയാണ്.
ഇപ്പം നമുക്ക് നോക്കാം 1 മിനിറ്റ് കൊണ്ട് അത് ഓഫ് ആകും. ഞാനിപ്പോൾ എൻ്റെ മുറിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ബൾബാണ് അവിടെ ഇപ്പോൾ ഓഫായിരിക്കുന്നത്. പകല് നമ്മൾ ഓഫാക്കിയതിന് ശേഷം നമ്മളതിന് മുമ്പോട്ട് പോയപ്പം അത് ഓൺ ആയില്ല. അത് പകലായതുകൊണ്ട് അത് ഓഫായി തന്നെ കിടന്നു. ഇപ്പം നമുക്ക് പോയി നോക്കാം എന്ത് സംഭവിക്കാന്ന്. ഓ ഗോഡ്, ഇത്ര പെട്ടെന്ന് തന്നെ ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങില്ല, ജസ്റ്റ് ഇവിടം വരെ വന്നേ ഉള്ളൂ, അപ്പത്തേക്കും നമ്മുടെ ബൾബ് അവിടെ ഓൺ ആയിരിക്കുകയാണ്. സോ ഇതാണ് ഇതിന്റെ ഒരു വർക്കിംഗ്. നല്ല റേഞ്ചിൽ തന്നെ അതിന്റെ ഒരു സെൻസിങ് വരുന്നുണ്ട്. അതേപോലെ തന്നെ അതായത് 15 ഫീറ്റിന്റെ ഉള്ളിൽ തന്നെ അത് സെൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ഒരു മോഷൻ. പുറത്ത് സിറ്റ് ഔട്ടിൽ ഇട്ടിട്ട് രാത്രിയിൽ ജസ്റ്റ് ഇതിനു മുമ്പ് എടുത്ത ഒരു വീഡിയോ ഉണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു റഡാർ ബൾബിന്റെ വർക്കിംഗ്. അതേപോലെ തന്നെ ഇത് പകല് മൊത്തം ഈ ബൾബ് ഇവിടെ കിടക്കുകയായിരുന്നു, അത് ഓണായതേ ഇല്ല. രാത്രി ഒരു 6:30 കഴിഞ്ഞ്, അതായത് ഒന്ന് ഇരുട്ടി വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇത് തന്നെ ഓണാകുകയാണ് ചെയ്തത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ആ ഒരു ഇരുട്ട് സെൻസ് ചെയ്യാൻ തുടങ്ങി. അതായത് പകല് മാറി രാത്രിയിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആകുകയാണ് ചെയ്തത്, നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. സോ അടുത്തൊരു വീഡിയോയുമായിട്ട്, ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെയും ബൈ.